സന്ദീപ് ജി വാര്യരും ഞാനും തമ്മിൽ മൊത്തം നാല് തവണ സംസാരം നടന്നിട്ടുണ്ട്. ഞാനൊരു സംഭവമാണ്, എന്റെ വലിയ ആസനമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ എന്നെ താങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആസനമെടുത്ത് സംഘി സമൂഹത്തിന്റെ ആകാശത്തിലേക്ക് സ്വന്തം കുണ്ടി എടുത്തു വെക്കുമ്പോൾ ആ കുണ്ടി താങ്ങേണ്ടവരല്ല സംഘികളെന്നുള്ള ബോധത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഏത് വ്യക്തിയാണ് ഉടുമുണ്ട് പറിച്ച് തലയിൽ പുതച്ചുകൊണ്ട് സന്ദീപ് ജി വാര്യരെ കാണാൻ പോയതെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും സാധാ സംഘികൾ ചെലുത്തണമെന്ന് പറയുന്നൊരു അഭിപ്രായമാണ് പോകാനുള്ളത്. ആമാശയത്തിനായി ആശയം മറച്ചു പിടിച്ചിട്ടില്ല, പിടിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, ആമാശയത്തിനായി ആശയം മറച്ചു പ്രവർത്തിച്ചിട്ടില്ല, തീവ്രവാദികൾക്ക് കൂട പിടിച്ചിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഓർക്കുക, എനിക്ക് ഒളിക്കാനും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചിത്രമെടുത്ത് പോസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം സന്ദീപ് തലസ്ഥാനത്തുണ്ടായിരുന്നു. തലയിൽ ഉടുമുണ്ടുമിട്ട് അയാൾ കാണാൻ പോയ നേതാക്കളെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം സന്ദീപ് തലസ്ഥാനത്തുണ്ടായിരുന്നു. തലയിൽ ഉടുമുണ്ടുമിട്ട് അയാളെ കാണാൻ പോയ നേതാക്കളെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. പുതുക്രിസ്ത്യാനി വേദപുസ്തകം കണ്ട പോലെ എന്നെ സുവിശേഷം പഠിപ്പിക്കാൻ ആരും വരേണ്ടതുമില്ല എന്ന് പറയുന്ന വളരെ ആത്മവിശ്വാസത്തോടെയും ധിക്കാരപരമെന്ന് കാണാവുന്നതുമായിട്ടുള്ള ഒരു പ്രസ്താവനയോടുകൂടിയാണ് അവർ ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിൽ കണ്ട ഒരു സൂചന ഇതാണ്: തലയിൽ ഉടുമുണ്ടുമിട്ട് അയാളെ കാണാൻ പോയ നേതാക്കളെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയെന്ന്. ഇത് സംഘികളോടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഈ പറയുന്ന മാധ്യമ പ്രവർത്തക ഒരു തവണ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹ സാഹോദര്യ സൗഹൃദ ബുദ്ധിയോടുകൂടി അവരെന്നോട് സംസാരിച്ചിട്ടുമുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ സന്ദീപ് ജി വാര്യരുടെ പേര് പരാമർശിക്കാനും ഇടയായിട്ടുണ്ട്. അവരെ സുഹൃത്തുക്കളാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം രാഷ്ട്രീയം മാറിയതുകൊണ്ടോ പാർട്ടി മാറിയതുകൊണ്ടോ ഒരു സൗഹൃദം നഷ്ടപ്പെടുത്തി കളയേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന പോലെ പൊളിറ്റിക്സ് മാൻ സ്പിരിറ്റ് എന്നോ അല്ലെങ്കിൽ മീഡിയ വുമൺ സ്പിരിറ്റ് എന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഗതികൾ കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഒരു സംശയം ഇതാണ്: സ്പോർട്സ്മാൻ സ്പിരിറ്റ് ശരിയാണ്, അതൊരു മത്സരമാണ്, ആരോഗ്യപരമായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കളികൾക്കിടയിൽ ഉള്ളതുപോലെ തന്നെ എല്ലായിടത്തും സ്പോർട്സ്മാൻ സ്പിരിറ്റ് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം വ്യക്തിപരമായി എനിക്കുണ്ട്. കാരണം കള്ളനും പോലീസും തമ്മിൽ തൊഴിൽപരമായി ചെറിയ വ്യത്യാസം ഞങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾക്കിടയിൽ സൗഹൃദമാവാം എന്നൊരു കള്ളനും പോലീസും കൂടി വെക്കുന്നതിനകത്തൊരു അപാകതയുണ്ട്. അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു പരിഷ്കൃത ബുദ്ധി പ്രവർത്തിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കള്ളനാര് പോലീസാര് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അതായത് സന്ദീപ് ജി വാര്യരോട് സംഘിണി എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥത സൂക്ഷിക്കുന്ന ഒരാൾക്ക് എല്ലാം ആത്മാർത്ഥതയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ആത്മാർത്ഥതയാണ് എന്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിനോടാണ് ആത്മാർത്ഥത? നമുക്ക് നമ്മളോടാണോ ആത്മാർത്ഥതയുള്ളത്? നമ്മുടെ ദേശത്തോടാണോ? നമ്മുടെ കാഴ്ചപ്പാടുകളാണ്? ഇങ്ങനെ പലതിനോടും മാറിയും മറിഞ്ഞും ഒക്കെ നമ്മുടെ ആത്മാർത്ഥത എന്തിനോട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ മനോഭാവം ഉണ്ടാവുന്നത്. ഇപ്പോൾ സന്ദീപ് ജി വാര്യരോട് കുഴപ്പമില്ല എന്ന് സംഘിണിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം വെറും ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമായിരുന്നു എങ്കിൽ കുഴപ്പമില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലോ മുസ്ലിം ലീഗുകാരനായിരുന്നെങ്കിലോ ഒരു സംഘിക്ക് കുഴപ്പമുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഈ കോൺഗ്രസിലേക്ക് പോയത് സന്ദീപ് ജി വാര്യരായതുകൊണ്ടാണ്. അതായത് സന്ദീപ് ജി വാര്യർക്ക് പോകാൻ അവകാശമില്ല എന്നല്ല പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ പാർട്ടി മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ വളരെ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം അതിന് പിന്നിലുള്ളത്. അതല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള കാഴ്ചപ്പാടുപരമായിട്ടുള്ള നിലപാടുപരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുമാകാം, എന്ത് നിലയിലുമാകാം. മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്, മാറിയിട്ടുമുണ്ട് ആളുകൾ, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ സന്ദീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിനോടുള്ള ഏതെങ്കിലും ഒരു ഭ്രമം കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഏതെങ്കിലും നിലയിൽ തൻ്റെ ബൗദ്ധിക മികവിനെ വല്ലാതെ വെല്ലുവിളിക്കുകയും തൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത നിലയിൽ അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയെ പോലും അതിശയിപ്പിക്കുന്ന നിലയിലുള്ള ഒരു പ്രഭാവം കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ടെന്നും ബി ജെ പിയിൽ ഉള്ളതിനേക്കാൾ അധികം ദേശസ്നേഹം ബി ജെ പിക്കാരിൽ കാണപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ദേശഭക്തിയോ അതല്ലെങ്കിൽ ഈ പൊതുജന സേവന താല്പര്യങ്ങളോ സേവന തൽപരതയോ അതല്ലെങ്കിൽ മറ്റെന്തിലും ബി ജെ പിയേക്കാൾ മെച്ചമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവിലാണ് അദ്ദേഹം അവിടേക്ക് പോയതെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിൻ്റെ ഗുണഗണങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ഞാൻ എന്താണ് മനസ്സിലാക്കിയത് എന്ന് സന്ദീപ് ജി വാര്യർ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ഒരുപാട് നന്മകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. നിങ്ങൾ കാണാത്ത പലതും ഇതിനകത്ത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദീപ് ജി വാര്യരെ നമ്മൾ കാണുള്ളൂ. പക്ഷേ അദ്ദേഹം അവിടെ ചെന്നത് മുതൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെ മുതൽ ഒരു സാധാ ഫേസ്ബുക്ക് ഒരു
സംഖ്യയെ വരെ അദ്ദേഹം ഒരേ പകയോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപഹസിച്ച് അവശരാക്കാൻ നോക്കുകയാണ്. അതേസമയം സംഘപരിവാർ സ്ഥാനത്തുള്ള ആളുകളാണെങ്കിൽ ഇദ്ദേഹത്തെ അവഗണിച്ച് അവശനാക്കാൻ നോക്കുന്നു. രണ്ടുപേർക്കും യാതൊരു വിധത്തിലുള്ള അവശതയുമില്ല. പക്ഷേ ഫലത്തിൽ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഖ്യയ്ക്ക് സന്ദീപിൻ്റെ ഈ സ്വഭാവം അത്ര കണ്ട് ദഹിക്കാൻ ഇടയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തെ പിന്നെ അവഗണിക്കുകയാണ് നല്ലത്. പക്ഷെ അതിന് അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നുണ്ടാവില്ല. കാരണം അവരവിടെ ഇപ്പോൾ പല ഇനം നായ്ക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ കാവലിന് വേണ്ടിയിട്ടുള്ള നായ്ക്കളുണ്ട്, കടിക്കാൻ വേണ്ടിയുള്ള നായ്ക്കളുണ്ട്, സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള നായ്ക്കളുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് ഓരോരുത്തരും ഓരോ നായ്ക്കളെ സ്വീകരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് സന്ദീപിനെ അങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത്, എന്തുദ്ദേശത്തിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ കുരയ്ക്കാനായിരിക്കും, അകത്തേക്ക് കയറ്റി നിർത്താനല്ല, പുറത്ത് നിർത്തി ഇങ്ങനെ BJPക്ക് നേരെ കുരപ്പിക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അത് എടുത്തിരിക്കുക. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന്റെ ജോലി വെടിപ്പായി ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു പക്ഷമാണ് എനിക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഏതൊരു സംഘിത്വത്തോടെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപ് ജി വാര്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഒരല്പം മതിപ്പ് കുറയും. അതേ ഞാൻ പറഞ്ഞു, വിരോധമോ വെറുപ്പോ ഒന്നും ഉണ്ടാവേണ്ട കാര്യമില്ല, ഒരു താല്പര്യമില്ല, അവഗണിച്ച് കളയും. പക്ഷേ സന്ദീപ് ജി വാര്യരോടൊപ്പമുള്ള ഫോട്ടോ എടുത്ത് തന്റെ പേജിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പ്രഖ്യാപനമാണ്, ഒരു വെളിപ്പെടുത്തലാണ്. തൻ്റെ മനോഭാവത്തിലുള്ള വ്യതിയാനം 3 ദിവസം മുന്നേ ആ വ്യക്തി പറഞ്ഞിരിക്കുന്ന, മാധ്യമപ്രവർത്തക പറഞ്ഞിരിക്കുന്ന ആ മാറ്റത്തെക്കുറിച്ച്, അവിടെ ആ മാറ്റത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു 3 ദിവസം മുന്നേ അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് അവരുടെ ഫോളോവേഴ്സിനെയൊക്കെ അവർക്ക് വലിയ ആഘാതം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടുന്ന ഒരു നീക്കമായിരിക്കാം അവർ നടത്തിയത് എന്ന് ഞാൻ സംശയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഉറപ്പിക്കുകയല്ല കേട്ടോ, സംശയമായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് അവരിട്ടിരിക്കുന്നു, തൊട്ടു പിന്നാലെ അവരുടെ സ്വീകാര്യത വർദ്ധിക്കുന്നു. നേരത്തെ 100, 90, 30, 20 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ലൈക്ക് നില പെട്ടെന്ന് 400കൾക്ക് മേളിലേക്ക് പോകുന്നു സന്ദീപുമായിട്ടുള്ള സാന്നിധ്യത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ചിത്ര സാന്നിധ്യത്തിന് ശേഷം. പിന്നെ അവര് പറഞ്ഞിരിക്കുന്ന കുത്തും കോളും ഒക്കെ ഉണ്ട്. അതായത് ഉടുമുണ്ട് തലയിൽ ഇട്ടുകൊണ്ട് ചില BJP നേതാക്കന്മാർ സന്ദീപ് ജി വാര്യരെ പോയി കണ്ടു എന്നുള്ള മട്ടിലാണ്. നേതാവെന്നാണോ നേതാക്കന്മാരാണോ എന്ന് ഞാൻ രണ്ടാമത് വായിച്ചില്ല. അങ്ങനെ പോയി കണ്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കണം കേട്ടോ സംഘികൾ, ഏത് നേതാവാണ് അങ്ങനെ പോയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. കാരണം ഞാൻ ചില കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാം. സന്ദീപ് ജി വാര്യരുടെ ഒരു ഇടപെടൽ രീതിയുണ്ട്. സന്ദീപ് ജി വാര്യരും ഞാനും തമ്മിൽ മൊത്തം 4 തവണ സംസാരം നടന്നിട്ടുണ്ട്. ഈ 4 തവണയിൽ 2 തവണ അദ്ദേഹം എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചത് എന്താണെന്നുള്ളത് പുറത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, വളരെ വ്യക്തിപരമായിട്ടുള്ള സംസാരമാണ്. ഞാനും അദ്ദേഹവും തമ്മിൽ എന്ത് സംസാരിച്ചെങ്കിലും അത് എൻ്റെ ഉള്ളിൽ മാത്രമേ ഇരിക്കുള്ളൂ. ഇനി 3ാമത്തെ വിളി ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചതാണ്. ആ വിളി എനിക്ക് പറയാൻ പറ്റും, കാരണം അത് ഞാൻ അങ്ങോട്ട് വിളിച്ചതായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അത് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നേട്ടത്തിനല്ല, പക്ഷേ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി, ഞാനത് അവരുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് വിശദീകരിക്കുന്നില്ല, എങ്കിലും വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരന്യായം അവർക്ക് സംഭവിക്കാതിരിക്കാൻ, ന്യായമായ ഒരു കാര്യത്തിൽ നിന്ന് അന്യായമായ ഇടപെടലുകളിലൂടെ അവർക്ക് അർഹമായിട്ടുള്ള ഒരു കാര്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി എനിക്ക് ഏതെങ്കിലും ഒരു BJP നേതാവിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ, കാരണം ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നത് BJP ആണ്, നാട്ടിലെ പഞ്ചായത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അത് മൃഗീയ ഭൂരിപക്ഷമൊന്നുമല്ല, സ്വാഭാവികമായിട്ടും കഷ്ടി ഭരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചത് മാത്രമാണ്. അവിടെ ബാക്കി പ്രസ്ഥാനങ്ങളൊക്കെയാണ് ശക്തരായിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ഒരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി, ഒരു 10,000, 11,000 രൂപ മാത്രം ശമ്പളം കിട്ടുന്ന ഒരു പദവിയിലേക്ക് റാങ്ക് ലിസ്റ്റിൽ നാമത് തന്നെ ഉണ്ട്, അർഹമായിട്ടുള്ള ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉയർന്നു വന്നപ്പോൾ ബന്ധുക്കളും കുടുംബ സുഹൃത്തുക്കളും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പറയുന്ന ആൾക്കാരുടെ സാഹചര്യം നിനക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ടും അർഹമായിട്ടുള്ള ജോലി നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള കാര്യം എന്തെങ്കിലും നിനക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ പൊതുവെ അങ്ങനെ കുടുംബക്കാർക്കോ വീട്ടുകാർക്കോ ഉതകുന്ന ഒരാളോ ഉപകാരിയായിട്ടുള്ള ഒരാളോ അല്ല, സ്വയം പോലും എനിക്ക് ഉപകാരപ്പെടുന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള വിളി വന്നപ്പോൾ അത് ന്യായമായ ഒരു ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അക്കാര്യത്തിൽ സന്ദീപ് ജി വാര്യരെ മാത്രമേ എനിക്കറിയാവുള്ളൂ. കാരണം അദ്ദേഹം എന്നെ 2 തവണ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ നിർബന്ധിതനാവുകയാണ്. എനിക്ക് പൊതുവെ ഇത്തരം കാര്യങ്ങളിൽ മടിയുണ്ട്. ഞാൻ ഇതുപോലെ ജീവിതത്തിൽ ചളിപ്പ് അനുഭവിച്ച ഒരാളെ വിളിച്ചിട്ടില്ല. മറ്റൊരാൾക്കു വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തും ആരോടും ഒരു സഹായം അഭ്യർത്ഥിക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ വ്യക്തിപരമാകുന്ന ഒരു കാര്യത്തിനു വേണ്ടിയിട്ട് ആരോടെങ്കിലും ഒരു സഹായം ചോദിക്കാൻ എനിക്കൊരു വലിയ ഒരു ചളിപ്പാണ്. അതായത് ഞാൻ അങ്ങ് കേമനാണ് എന്നുള്ളത് കൊണ്ടല്ല, എന്തോ ഒരു മടി. ഞാൻ അവരുടെ സൗഹൃദത്തെയോ അല്ലെങ്കിൽ അവരുടെ
ഒരു അടുപ്പത്തെയോ മുതലാക്കുകയാണോ എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകുമോ എന്ന് പറയുന്നു. അങ്ങനെ തെറ്റിദ്ധരിക്കരുത് എന്നെക്കുറിച്ചെന്നുള്ള, അത് ദുരഭിമാനമായിരിക്കാം, എന്ത് തന്നെയോ ആയിക്കോട്ടെ, എനിക്കതുകൊണ്ട് മടിയുണ്ട്. പക്ഷെ നിവൃത്തിയില്ലാതെ പോയി. അത് മടിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം അനർഹമായതൊന്ന് നേടാനല്ല, അർഹമായത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി, അർഹമായത് അനർഹമായ വഴികളിലൂടെ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഒരു പരിശ്രമം എന്നുള്ള രീതിയിൽ മാത്രമാണ് വിളിച്ചത്. പക്ഷേ വിളിച്ചപ്പോൾ സത്യസന്ധമായിട്ട് പറയാം, സന്ദീപ് ജി വാര്യർ ഒരു 3 ബെല്ല് പോലും കേട്ട് കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. അതിന് മുന്നേ തന്നെ അദ്ദേഹം ഫോൺ എടുത്തു. മടിച്ചാണ് സംഭവം പറഞ്ഞത്. ഒരു തരത്തിലും എൻ്റെ ആ ഒരു മടിയെ കാര്യം പറഞ്ഞോളൂ, എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അത്ര ഉത്സാഹത്തോടു കൂടി എന്നോട് കാര്യം ചോദിച്ചു. കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഹോൾഡിൽ നിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം, ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഇദ്ദേഹവും തമ്മിൽ സംസാരിക്കുന്നു. അർഹമായിട്ടുള്ള ജോലി അർഹയായിട്ടുള്ള ആൾക്ക് തന്നെ എത്തുന്ന നിലയിൽ വേണ്ട ഒരു കാര്യം സന്ദീപ് ജി വാര്യർ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സഹായത്തിന് ഞാൻ നന്ദി കാണിച്ചോ? കാണിച്ചില്ല അല്ലേ? കാണിച്ചിട്ടില്ല. കാരണം 3 തവണ ഞാൻ ഈ സന്ദീപ് ജി വാര്യർക്കെതിരെ വീഡിയോ ചെയ്തു. നന്ദിയുള്ളവനാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല അല്ലേ? ഞാൻ നന്ദി കെട്ടവനാണ്. ഞാൻ നന്ദി കെട്ടവനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഞാൻ ഒരിക്കലും സന്ദീപ് ജി വാര്യർക്ക് ഒരു അധപ്പതനം വരണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പിശക് സംഭവിച്ച് കാണുമ്പോൾ നമുക്ക് ഒരാളോട് ഒരു നിമിഷമെങ്കിലും നമുക്കൊരു സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ആത്മാർത്ഥതയ്ക്ക് അവർ പാത്രമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് തെറ്റുകൾ പറ്റുന്നു എന്ന് കാണുമ്പോൾ, നമ്മളുടെ ഒരു വിളിക്കും അപ്പുറത്തേക്ക് അവർ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് നമ്മുടെ രോഷമാവട്ടെ, വിഷമമാവട്ടെ, അതൃപ്തിയാവട്ടെ, വിയോജിപ്പാവട്ടെ, അത് പരസ്യമായി പറയാൻ പറ്റുക തന്നെ വേണം. അതിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതിന് നന്ദി എന്ന് പറയുന്ന ഒന്ന് ഒരു കൂച്ചുവിലങ്ങായിട്ടോ ഞാനത് അങ്ങനെ കാണുന്നില്ല. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ മോശപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ ഒട്ടും തന്നെ ഞാൻ എൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിലായിരുന്നുവെങ്കിൽ എനിക്ക് വാരി ഉടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തെ വളരെ പാകതയോടുകൂടിയുള്ള വിമർശനം നടത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. എന്നാൽ പോലും ഞാൻ പറഞ്ഞത് അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാനിത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നന്ദിയും നന്ദികേടും ഒന്നുമല്ല, ആത്മാർത്ഥത എന്ന് പറയുന്നത് എന്തിനോടാണ് എന്നുള്ളതാണ്. ഞാൻ സംഖ്യയായതുകൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുമുള്ള ഈ 4.5 പതിറ്റാണ്ട് കാലത്തെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ദേശീയ ബുദ്ധിയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് BJP ആവാനും സംഘപരിവാര ശക്തിയാവാനുമാണ് സാധ്യത എന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. എനിക്ക് കോൺഗ്രസ്സുകാരെ ഒരു കാരണവശാലും ദേശഭക്തിയുള്ള മനുഷ്യരായിട്ട് കൂട്ടാൻ കഴിയില്ല. ഈ ദേശത്തോട് കൂറുള്ള കൂട്ടരായിട്ട് എനിക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം 60 കൊല്ലത്തിലധികം ഈ രാജ്യത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കൈവശമാണ് ഇരുന്നത്. ഒരു പുല്ലും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 15 വർഷത്തിനപ്പുറത്തേക്ക് മാത്രം ഉണ്ടായിട്ടുള്ള വളർച്ച നോക്കണം, സാമ്പത്തികമായിട്ടുള്ള വളർച്ച നോക്കണം, സാങ്കേതികമായിട്ടുള്ള വളർച്ച നോക്കണം. ഏത് നിലയിലും ഭാരതം എന്ന് പറയുന്ന ഈ മഹാരാജ്യം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സൈനിക ശക്തിയുടെ കാര്യത്തിലായാലും, സാമ്പത്തിക ശക്തിയുടെ കാര്യത്തിലായാലും, സാമൂഹ്യ ശക്തിയുടെ കാര്യത്തിലായാലും ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിനേക്കാളും കമ്മ്യൂണിസ്റ്റ് അത് നോക്കേണ്ട കാര്യമില്ല, മറ്റൊരു പ്രസ്ഥാനവും ഇത്രത്തോളം ദേശഭക്തിയുള്ള ആളുകളെ പേർന്നില്ല, ഒരു പ്രസ്ഥാനവും പേർന്നില്ല എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് BJPയിൽ ഒരു 80% ആളുകളും ദേശഭക്തിയുള്ളവരായിരിക്കാം. ഈ രാഷ്ട്രത്തെ സ്വന്തം അമ്മയായി കാണുന്നവരായിരിക്കാം. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നല്ല അമ്മപ്പറ്റുള്ള മക്കൾക്ക് മാത്രമേ അമ്മയുടെ ആ വാർദ്ധക്യത്തെ ഒരു ശാപമായിട്ട് അനുഭവിക്കാത്ത വിധം അവരെ പരിചരിക്കാൻ പറ്റുള്ളൂ, അവരെ പരിഗണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ടുള്ള അമ്മപ്പറ്റുള്ള കൂട്ടരാണ് സംഘികൾ. അതിനകത്തും പാഴുകളുണ്ടാവും. ആ പാഴുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തക പറഞ്ഞിരിക്കുന്നത്. തലയിൽ മുണ്ടിട്ടുകൊണ്ട് സന്ദീപ് ജി വാര്യരെ പോയി കാണും. സന്ദീപ് ജി വാര്യരെ പോയി കാണുന്നത് മോശപ്പെട്ട കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സന്ദീപ് ജി വാര്യരുടെ മനോഭാവം, ഒരാൾ എന്താണ് എന്നുള്ളത്, ഒരു മനുഷ്യൻ എന്താണെന്നുള്ളത് അയാളുടെ മനോഭാവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, സന്ദീപ് ജി വാര്യർ കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അഭിപ്രായമാണ്, തീരുമാനമാണ്. BJPയോട് യോജിക്കാൻ പറ്റാത്ത പലതുമുള്ളത് കൊണ്ടാണ് അദ്ദേഹം അവിടെ പോയതെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കണം. അല്ലാതെ സംഘി വിരുദ്ധനായിട്ട് കോൺഗ്രസ്സിൽ കഴിയുകയല്ല ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. അതല്ലാതെ നാവുണ്ട്, ആർക്കെന്താണ് പരിഹാസം പൊഴിക്കാൻ പറ്റാത്തത്? കുറച്ച് വായനാശീലവും കുറച്ച് സരസബുദ്ധിയും ഒക്കെ ഉള്ള ഒരാൾക്ക് നല്ല രീതിയിൽ പരിഹസിക്കാൻ പറ്റും. പരിഹാസം എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തനമോ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നുമല്ല.
അപ്പോൾ സംഘപരിവാർ ശക്തികളെ ഞാൻ പരിഹസിച്ചില്ലാതാക്കുമെന്ന് പറഞ്ഞാൽ കുറേ വിഡ്ഢികളുടെ കയ്യടി കിട്ടുമെന്നുള്ളതല്ലാതെ തലയ്ക്ക് വെളിവുള്ള ഒരാളും അംഗീകരിക്കില്ല. ഒരുപക്ഷെ മലയാളക്കരയിൽ തലയ്ക്ക് വെളിവുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും ഒരു സംഘിക്കും യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല സന്ദീപ് വാര്യർ എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഉപകാരം ചെയ്തിട്ട് പോലും ഞാൻ അയാളോട് നന്ദികേട് കാണിച്ചു എന്ന് പറയിപ്പിക്കുന്ന നിലയിൽ പോലും ഞാൻ നാവാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സംഘി ആയതുകൊണ്ടോ സംഘി അടിമയായതുകൊണ്ടോ സംഘികൾക്ക് വേണ്ടി കുരയ്ക്കുന്ന പട്ടിയായതുകൊണ്ടോ അല്ല. പകരം കുറേയെങ്കിലും ഈ നാടിന് ഗുണം ചെയ്യാൻ ഈ സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സംഘിപാളയത്തിലുള്ളൂ. അതിനകത്ത് കയറി കുറേ എണ്ണം കയറിപ്പറ്റിയിട്ടുണ്ട്. കാരണം ഇനി മുന്നോട്ടുള്ള വളർച്ച സംഘികൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറേ എണ്ണം കയറിപ്പറ്റിയിട്ടുണ്ട് സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ആളുകൾ. അത് മനസ്സിലാക്കാനുള്ള ഒരു കഷ്ടകാലം എനിക്ക് വന്നതോടുകൂടിയാണ് എൻ്റെ മനസ്സമാധാനം പോയത്. ഞാൻ ഇവിടെ കിടന്ന് സംഘികളെ വെറുപ്പിക്കുന്ന ഒരാളായി മാറിയത്. കാരണം ഞാൻ ആവർത്തിച്ച് അവരോട് സൂചിപ്പിക്കുകയാണ്, ഇതിനകത്ത് കയറിപ്പറ്റിയിട്ടുണ്ട്, മോശക്കാരുണ്ട് എന്ന്. ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തക പറഞ്ഞത് അതല്ലേ? എന്തിനാണ് ഒളിച്ചും ഈ പറയുന്ന പോലെ നേരെ എന്തേ പോയി സന്ദീപ് ജി വാര്യരെ കാണാത്തത്? ബി.ജെ.പിയുടെ ഏത് നേതാവാണ് പോയത്? ഏത് സംഘപരിവാർ പ്രവർത്തകനാണ് സൗഹൃദം പങ്കിടാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയതെന്നുള്ളത് തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകർ പറയേണ്ടതാണ്. പക്ഷെ ചോദിച്ചാൽ പറയില്ല. അവർ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് പറയും. അപ്പോൾ അതിനകത്ത് സത്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സംഘടനാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പി എന്ന് പറയുന്ന പ്രസ്ഥാനം തീർച്ചയായിട്ടും അതാരാണ് ഈ സംഘപരിവാർ ശക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ സംഘപരിവാർ നേതാവായിട്ടുള്ള ഏത് വ്യക്തിയാണ് ഉടുമുണ്ട് പറിച്ച് തലയിൽ പുതച്ചുകൊണ്ട് സന്ദീപ് ജി വാര്യരെ കാണാൻ പോയതെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും സാധാ സംഘികൾ ചെലുത്തണമെന്ന് പറയുന്നൊരു അഭിപ്രായമാണ് പോകാനുള്ളത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. കുറേ എണ്ണമുണ്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഒരു ഗുണവും ഈ നാടിനും ചെയ്യില്ല, നാട്ടുകാർക്കും ചെയ്യില്ല, അവരുടെ സമുദായത്തിനും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. സ്വന്തം കുടുംബത്തിന് മാത്രം, സ്വയം വളരാൻ വേണ്ടി മാത്രം നടക്കുന്ന മഹാവൃത്തികെട്ടവന്മാരായ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള അഴുക്കപ്പയലുകൾ. നമ്മുടെ അശാന്തി വിളയൻ ചേട്ടൻ്റെ വർത്തമാനത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കപ്പയലുകൾ കുറേ എണ്ണം വന്ന് കയറിയിട്ടുണ്ട്. ഒക്കെ പിടിച്ച് തുരത്തി കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ബി.ജെ.പിക്ക് വേണമെങ്കിൽ വിജയം വില കൊടുത്തു വാങ്ങാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളത്, വിജയം വില കൊടുത്തു വാങ്ങാം. പക്ഷേ പ്രവർത്തിച്ച് ജനമനസ്സുകളിലേക്ക് കയറിക്കൂടി ആ നിലയിലേക്ക് വിജയം അവർ സമ്മാനിക്കുന്ന നിലയിൽ, ബി.ജെ.പിക്ക് വിജയം സമൂഹം സമ്മാനിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാതെ കാശ് കൊടുത്ത് വിജയം വിലയ്ക്ക് വാങ്ങാം എന്ന് പറയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിഷപ്പറ്റുള്ള ആളുകൾ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളതാണ് നല്ലത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ PR പ്രവർത്തകരെ വെച്ചുകൊണ്ട് വളർന്ന് ഞാനൊരു സംഭവമാണ്, എന്റെ വലിയ ആസനമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾ എന്നെ താങ്ങിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആസനമെടുത്ത് സംഘി സമൂഹത്തിന്റെ ആകാശത്തിലേക്ക് സ്വന്തം കുണ്ടി എടുത്തു വെക്കുമ്പോൾ ആ കുണ്ടി താങ്ങേണ്ടവരല്ല സംഘികൾ എന്നുള്ള ബോധത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ബി.ജെ.പിക്ക് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് വിജയം നേടിയെടുക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ വിജയം നിങ്ങൾക്ക് വിലയ്ക്ക് വാങ്ങേണ്ടി വരും. പോങ്ങൻ അതേ പറയുന്നുള്ളൂ. എല്ലാം പോങ്ങന്മാരല്ല. ഈ സ്ത്രീ, ഈ മാധ്യമ പ്രവർത്തക അനുഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അനുഭാവം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെയും അവർക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് സന്ദീപ് ജി വാര്യരോടൊപ്പം ഇരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടതിന് ശേഷം ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിഷബുദ്ധിയുള്ള ആളുകളെ മാത്രമേ ആഘോഷിക്കൂ എന്ന് പറയുന്ന സംഘികളുടെ ആ വൃത്തികെട്ട അത് അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗതിയും കിട്ടില്ല. എത്ര നേരം ഞാൻ സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അത്രയും രോഷം കൊള്ളുന്നതിൻ്റെ പിന്നിൽ ഒന്നേ ഉള്ളൂ, ഇതുപോലുള്ള ഒരു കാര്യം കണ്ടിട്ട് ഈ ഉടുമുണ്ടിട്ട് പോയ നേതാക്കൾ ആരാണെന്ന് അന്വേഷിക്കാത്ത സംഘപ്രവർത്തകരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ ഇതാ വേറൊരു കാര്യം കൂടി ഉണ്ട്. സി പി സുഗതൻ എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടൊന്നും അറിയത്തില്ല. പുള്ളി ഒരു മുന്തിയ സംഖ്യയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അദ്ദേഹം അയോധ്യയിൽ കർസേവയ്ക്ക് പോയിട്ടുള്ള സംഖ്യയാണ്, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഹിറ്റ് ലിസ്റ്റ് എവിടെയാണ് വായിക്കാൻ കിട്ടുക, വാങ്ങാൻ കിട്ടുക എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും പേര് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്കും അതൊരു ആഗ്രഹമുള്ളൊരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ സംഗീത്വങ്ങൾ മുഴുവൻ അദ്ദേഹം എത്രത്തോളം വലിപ്പം തനിക്കുണ്ട് എന്നുള്ളത് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന്, ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ഫുൾ സപ്പോർട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. വാര്യർക്കില്ല, അവൻ ദ്രോഹിയാണ്. പക്ഷേ പഴയ ഒരു പരിചയക്കാരനെ രാഷ്ട്രീയം നോക്കാതെ കാണുന്നതിൽ ഒരു തെറ്റുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ അനുവാദം വേണ്ട ഇവിടെ ജീവിക്കാൻ എന്ന് പറയുന്ന പോലെ ഊളസംഖ്യകൾ ഒരാൾ എങ്ങനെ ജീവിക്കണമെന്ന് നിശ്ചയിക്കേണ്ട കാര്യമില്ല. ഞാൻ രാഷ്ട്രത്തിനൊപ്പം, സംഘത്തിനൊപ്പം, മോദിജിക്കൊപ്പം, ബട്ട് നോട്ട് വിത്ത് ഊളസംഖ്യ എന്നാണ് ഈ സുഗതൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുഗതൻ പറഞ്ഞിരിക്കുന്ന പലതരം സംഖ്യകളുണ്ട്. എന്നെ എല്ലാവരും സംഖ്യയായിട്ടാണ് പെടുത്തിയിരിക്കുന്നത്, സംഖ്യകൾ ഒഴിച്ച്.
ബാക്കിയുള്ള ആളുകൾ എന്നെ സംഖ്യയാക്കിയിരിക്കുന്ന കമ്മികൾ, സുടുക്കൾ, കൊങ്ങികൾ എല്ലാവരും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം, ഞാൻ ഏത് തരം സംഖ്യയാണ്? ഊളസംഖ്യയിൽ പെടുന്നവനാണോ? അതല്ലെങ്കിൽ സംഖ്യകൾ തന്നെ പറഞ്ഞാൽ മതി. സംഖ്യകൾ എങ്ങനെയാണ് പറയുക അല്ലേ? സംഖ്യകളിനെ അവരുടെ കൂടെ പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ CP സുഗതൻ പറയുന്നത് പോലുള്ള ഇതിൽ ഏത് തരം സംഖ്യയാണ് ഞാനെന്നുള്ളത് കുങ്ങികൾക്കും കമ്മികൾക്കും സുടുക്കൾക്കും ഒന്ന് പറയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ നിലവാരം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേനെ. വളരെ സന്തോഷം. എന്തായാലും ഞാൻ ഈ ഊളത്തരം കൊണ്ട് പറയുന്നതല്ല, നേരത്തെ പറഞ്ഞതുപോലെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതുപോലല്ല കേട്ടോ ഈ പൊളിറ്റിക്സിനകത്ത് വരുമ്പോൾ. കാരണം ഇത് വെറും ഒരു കളിയല്ല. നിങ്ങൾ രാഷ്ട്രീയത്തെ വെറും കളിയായി കാണുന്നവർക്ക് മാത്രമാണ് തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, കള്ളനും പോലീസിനും തൊഴിൽപരമായി രണ്ട് മേഖലയിൽ നിൽക്കുന്നുവെങ്കിൽ പോലും മനുഷ്യർ എന്ന നിലയിൽ ഞങ്ങൾ വെറും സഹജീവികൾ മാത്രമാണ് എന്ന് പറയുന്നത് പരിഷ്കൃത ബുദ്ധിയാണോ പുരോഗമന ഭാവമാണോ? എനിക്കറിയില്ല. എനിക്കങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല.